ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ചെറിയൊരു സുഖമില്ലായ്മയുണ്ട്, അതുകൊണ്ടിട്ടാണ് കേട്ടോ വോയിസ് കുറച്ച് കുറവായിരിക്കും. ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ടിട്ടാണ്. അങ്ങനെ നമ്മുടെ വിക്രമാണെങ്കിൽ കൂട്ടുകാരോട് പറയുന്നുണ്ട്, പക്ഷേ നല്ലൊരു ഗോൾഡൻ ചാൻസാണ് നിങ്ങൾ മിസ്സാക്കി കളഞ്ഞത്. ഞാൻ പറഞ്ഞതല്ലേ കിരണ് പെരുമാറുമ്പോൾ സൂക്ഷിച്ച് പെരുമാറുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, അവന്റെ കൂടെ അവളുണ്ടായിരുന്നു, അത് അത്ര പ്രശ്നമായത് എന്ന് പറയാണ്. ഏത് അവളുണ്ടായാലും അവനെ പുറകെ കൂടിയേ നേരിടാൻ പാടുള്ളത്, ഞാൻ പറഞ്ഞതേ അത്ര കരുത്തിനവൻ എന്ന് പറയാണ്. പക്ഷെ എന്നാൽ ഇത്ര കരുത്തനാവുന്ന നിങ്ങൾ വിചാരിച്ചില്ല. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ പുറകെ തന്നെയാ പെരുമാറിയത്. വടി വെച്ചിട്ട് തലക്കടിക്കാൻ പോയപ്പോഴാണ് അവള് കയറി ഒച്ചെടുത്തത്. അപ്പോഴാണ് അവൻ പുറകിലേക്ക് തിരിഞ്ഞത്. എന്തായാലും ഇനിയിപ്പോ എന്റെ കാര്യം എന്താകും എന്ന് ചോദിക്കുമ്പോഴേക്കും കൂട്ടുകാരൻ പറയണേടാ, നീ വിഷമിക്കണടാ, നിന്റെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല, സരയുവിന്റെ പേരാ പറഞ്ഞിരിക്കുന്നത്. ഹാവു, അങ്ങനെ ഉപകാരങ്ങൾ നിങ്ങൾ ചെയ്തല്ലോ എന്ന് വിക്രം പറയാണ്. ആ സമയത്ത് സരയുക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം കൊണ്ട് നിൽക്കാനും പറ്റില്ല, ഇരിക്കാനും പറ്റാത്ത അവസ്ഥ കേട്ടോ. സരയ അപ്പൊ തന്നെ വിക്രത്തിനോട് വിളിച്ചിട്ട് ഒരു നന്ദി പറയാം എന്ന് പറഞ്ഞിട്ട് വിക്രത്തിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഓ, അവളാണ് വിളിക്കുന്നത്, ഞാൻ എന്ത് പറയൂ, എന്ത് സമാധാനം പറയൂ ഈശ്വര എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം ഇങ്ങനെ നിൽക്കുവാണ്. ഹലോ, ആ എടാ, കൺഗ്രാചുലേഷൻ, ഞാൻ പറഞ്ഞ കാര്യം നീ ചെയ്തല്ലോ. ആ നീ ഗുണ്ടകളെ വിട്ടിട്ട് അവനെ കൊന്നില്ലേ? നിന്റെ ഗുണ്ടകൾ എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു അവൻ തീർന്നു, ഞാൻ അവന്റെ ആംബുലൻസിന് വേണ്ടി കാത്തിരിക്കുക. എന്തായാലും ഫോണിൽ കൂടി അങ്ങനെ സംസാരിക്കണ്ട, അതുകൊണ്ടിട്ടായിരിക്കും നീ എന്നെ വിളിച്ച് പറയാത്തേ അല്ലേ? ശരിയാ, ഫോണിൽ കൂടി അധികം സംസാരിക്കണം നല്ലതല്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കാൻ പോവാടാ. എന്തായാലും നന്ദിയുണ്ട്, ഞാൻ നിന്നെ നേരിട്ട് വന്ന് കണ്ടോളാം എന്നൊക്കെ സരിയുമായിട്ട് ഫോൺ വെക്കുക. ആ സമയത്ത് വിക്രം കൂട്ടുകാരോട് പറയുന്നുണ്ട്, പക്ഷേ അവളെന്താ അങ്ങനെ പറഞ്ഞത്? അവനെന്തോ പറ്റിയ രീതിയിലുള്ള അവള് പറഞ്ഞത്, ഇതെന്താ ഇങ്ങനെയൊക്കെ എന്ന് വിക്രം ഇങ്ങനെ ആലോചിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്ന കാർത്തികനെയാണ്. കാർത്തിക നമ്മുടെ കിരണിനോട് ആ വലിയ രഹസ്യം പറയാട്ടോ. കാർത്തിക പറയണ്ട്, ഗംഗാധരൻ അതാണ് എൻ്റെ അച്ഛൻ്റെ പേര്. പ്രകാശൻ ഉപേക്ഷിച്ചതിന് ശേഷം ബന്ധുക്കൾ അല്ലെങ്കിൽ നിർബന്ധപ്പെടുത്തി എൻ്റെ അമ്മേനെ വേറൊരാളെ കല്യാണം കഴിപ്പിച്ചായിരുന്നു. അയാളും കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യ മരിച്ച ഒരാളായിരുന്നു. അയാൾക്കൊരു മോനുണ്ട്, ഗംഗപ്രസാദ് എന്ന് പറഞ്ഞിട്ട് ഒരു മോൻ. ആ മോന് എന്നെ അമ്മേനെ കണ്ടെടുത്താൽ കണ്ടുകൂടായിരുന്നു. അവരുടെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറി വന്ന രണ്ടുപേര് എന്ന രീതിയിൽ എന്നെ അമ്മേനെ കണ്ടുകൊണ്ടിരുന്നത്. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛൻ മരിച്ചുപോയി. പിന്നെ ഗംഗപ്രസാദിനാണെങ്കിൽ സ്വത്തുക്കളോട് ഭയങ്കര ആർത്തിയുള്ള ഒരാളാണ്. അച്ഛനാണെങ്കിൽ സ്വത്തുക്കളുടെ പകുതി 3/4% അമ്മയുടെയും എൻ്റെ പേരിലായിരുന്നത്. കാരണം ചേട്ടന്റെ പേരിൽ എഴുതിക്കാൻ ചേട്ടൻ അതെല്ലാം പൊടിപ്പിക്കും. ഭയങ്കര ഡ്രഗ്സ് അഡിക്റ്റ് ആണ്. 15 വയസ്സായപ്പോൾ തന്നെ ചീത്ത പേര് കേൾപ്പിച്ച മകനാണ്. വിക്രത്തിന്റെ സരുവിനേക്കാളും വെട്ടിച്ചൊരുത്ത് എന്ന് പറയാണ്. കാർത്തിക എന്ന് ചോദിക്കുമ്പോൾ അതെ, അവനെ ഞങ്ങളെല്ലാവരും പേടിക്കണം. ഇല്ല കാർത്തിക, ഒരിക്കലും ഇവിടെ വന്നിട്ട് അവൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല. അത് കിരണ്ട തോന്നൽ മാത്രമാണ്. അവനെക്കുറിച്ച് ഒന്നും അറിയാത്തോണ്ടാ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. തമിഴ്നാട്ടിലെ പോലീസുകാർ പോലും അവനെ പേടിച്ചിരിക്കുന്ന ഒരുത്തനവൻ. അതുകൊണ്ട് അവനെ ശരിക്കും സൂക്ഷിക്കണം. എന്തായാലും കാർത്തിക പേടിക്കണ്ട, നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു അപകടമൊന്നും ഇവിടെ നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാർത്തികനെ സമാധാനിപ്പിക്കുകയാണ് കിരൺ. അതിനുശേഷം കാർത്തിക വേണ്ടത് ശരി, ഞങ്ങൾക്ക് വണ്ടിയിലേക്ക് കയറാൻ നമുക്ക് തിരിച്ചു പോവാന്ന് പറയാണ്. അതിനുശേഷം കാണിക്കുന്ന മനോഹരനെയാണ്. മനോഹരാണെങ്കിൽ ഒരു കേക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്നിരിക്കുക കേട്ടോ. ആ മനുവേട്ട കിട്ടിയോ? ആ കിട്ടി, ചെറിയ കേക്കാ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഓ, ടേസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ കേക്കിന്റെ വലിപ്പത്തിലാണ് മനുവേട്ട. ഇന്നത്തെ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാ. അല്ല മോളെ, എന്തിനാ കേക്ക്? മോൾ എന്നോട് പോലും പറഞ്ഞില്ല. മനുവേട്ട അത് സസ്പെൻസാ, കുറച്ചു നേരം മനുവേട്ട കാത്തിരിക്കുക, അതിനുശേഷം മനുവേട്ടൻ തന്നെ മനസ്സിലാവും എന്തിനാ കേക്കെന്ന്. അപ്പോഴേക്കും ഷാരി രാഹുൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അല്ല മോളെ, ഇന്നേതാ കേക്കൊക്കെ, ഇതാരുടെ പിറന്നാളാണോ എന്ന് ചോദിക്കുകയാണ് ഷാരി. ആ സമയത്ത് രാഹുൽ പറഞ്ഞിട്ട്, എന്റെ പിറന്നാൾ ഈ മാസം, മിണ്ടരുത് നിങ്ങൾ എന്നിങ്ങനെ പറയാണ്. അസുരന്മാരുടെ പിറന്നാൾ ആരെങ്കിലും ആഘോഷിക്കോ എന്ന് ഷാനി പറയുമ്പോൾ, എന്താടി അസുരന്മാർക്ക് പിറന്നാളില്ലേ എന്ന് ചോദിക്കുകയാണ് രാഹുൽ. സരിയ പറയണ്ടേ, നിങ്ങൾ ആരും തിരക്ക് പിടിച്ച് വഴക്കുണ്ടാക്കണ്ട, ഇതൊരു നല്ല ദിവസമാണ്, ആരും വഴക്കുണ്ടാക്കാതെ ഒന്ന് ഇരിക്കാവോ? നോക്ക്, കുറച്ചു നേരം കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും എന്തിനാണ് കേക്ക് മേടിച്ചത്. അപ്പുറത്ത് ഒരു ആംബുലൻസ് വരും മുന്നേ തന്നെ. ആംബുലൻസ് അവിടെ വന്ന് ആ ശവം ഇറക്കി കഴിയുമ്പോഴേക്കും കല്യാണി വിട്ട് കാര്യം. അതിനുശേഷം ഈ കേക്ക് നമുക്ക് മധുരത്തോട് കൂടി തന്നെ കഴിക്കാം. എങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സരിയ കേക്കായിട്ട് മുകളിലേക്ക് പോവാട്ടോ. ആ സമയത്ത് മനോഹര മനസ്സിൽ വിചാരിക്കണം, ഈശ്വര ഇവിടെ എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ട്, ഇതിന്റെ അടിയല്ല ഞാൻ കൊള്ളേണ്ടി വരുമല്ലോ എന്നിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്. ശേഷമാണെങ്കിൽ ഹുഷോ എന്ത് ചെയ്യുമെന്ന് ഒരു വെത്തും പിടിയില്ല എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷമാണെങ്കിൽ കാണിക്കുന്ന സരുവിനെയാണ്. സരു പുറത്തിറങ്ങി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ആംബുലൻസ് ആരും വരുന്നുണ്ടോന്ന്. അപ്പൊ ഒരു ആംബുലൻസ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അവൻ വന്നു, അവന്റെ ശവം വന്നു എന്ന് പറഞ്ഞിട്ട് സരു സന്തോഷത്തോടെ നിൽക്കുമ്പോൾ ആ ആംബുലൻസ് കിരണിന്റെ വീട്ടിൽ നിർത്താതെ നേരെ അങ്ങോട്ട് പോകുവാണ്. അപ്പൊ ഇങ്ങോട്ടേക്കല്ലേ, ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് സരു ആകെ ടെൻഷൻ അടിച്ചേക്കുമ്പോ ഷാനി പുറത്തേക്ക് വരുന്നുണ്ട്. എന്താ മോളെ റോട്ടിലേക്കൊക്കെ നോക്കി നിൽക്കണം, കുറെ നേരം ആയല്ലോ, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് ഓടി വന്നത്? അല്ല, മോള് കുറെ നേരം റോട്ടിലേക്ക് ഓടി നിൽക്കണത്, അതിന് ആംബുലൻസ് വരുന്നത് നോക്കണായിരുന്നു. ആംബുലൻസോ? എന്താ മോളെ, നീ ഇതിന് പണി കൊടുത്തോ അപ്പുറത്തുള്ളവർക്ക്? അത് കാണാൻ പോണ കാഴ്ച പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയണത്. നിങ്ങളെ കെട്ടിയൊരു നില കൊണ്ടുവരാൻ പോണത്. കെട്ടിനെ കൊണ്ടുവന്നാലും എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. അയാളെ മന്ദബുദ്ധിയാ. അയാളുടെ അനിയത്തി രൂപ എന്ന് വാരിക്കോരി തരുമെന്ന് പ്രതീക്ഷയില ഇപ്പോഴിരിക്കണത്. അത് വെള്ളത്തിൽ വരച്ച വരെയാണെന്ന് നമുക്കെല്ലാം അറിയാവുള്ളൂ എന്ന് പറയാണ്. മോളെന്താ കാര്യം പറയാം? അത് വേറൊന്നുമല്ല, അപ്പുറത്തെ കിരണെ ഇപ്പൊ ശവമായിട്ട് വരുന്നത് കാണാം. ആ കല്യാണി അവന്റെ മുമ്പിൽ നിന്ന് പൊട്ടിക്കരയണതും കാണാം എന്ന് പറയാട്ടോ.
അതിനുശേഷം കാണിക്കണം നമ്മുടെ കാർത്തികയും കിരണും കൂടി നേരെ പോണത് കല്യാണിന്റെ അടുത്തേക്കാണ്. കല്യാണിയുടെ അടുത്ത് കിരൺ പറയുന്നുണ്ട്, ഇത്ര നാള് കാർത്തിക് സൂക്ഷിച്ച ആ രഹസ്യം പറഞ്ഞു കല്യാണി എന്ന് പറയാണ്. ആണോ? എന്തായിരുന്നു ആ രഹസ്യം എന്ന് കിരണിനോട് ചോദിക്കുമ്പോൾ കാർത്തിക പറയണ്ട അതൊക്കെ കിരൺ എല്ലാം കല്യാണം എടുത്ത് വിശദമായിട്ട് പറഞ്ഞുതരും എന്ന് പറയുമ്പോൾ കിരൺ പറയണ്ട അത് വേറൊന്നുമല്ല. കാർത്തികക്ക് ഒരു ചേട്ടനുണ്ട് ഗംഗപ്രസാദ്. ആള് ഭയങ്കര വില്ലനാണ് അത്രേ. നമ്മുടെ വിക്രത്തിനെ പോലെ സരുവിനെ പോലെ ഒക്കെ വെട്ടിച്ചൊരു വില്ലൻ. അയാളെ പേടിച്ചിട്ട് അമ്മയും മോളും ഇങ്ങോട്ട് വന്നിരിക്കണത്. അതേ കല്യാണി, അതായത് പ്രകാശ് എന്ന് പറഞ്ഞ ആളെ പണി കൊടുക്കാൻ വേണ്ടി മാത്രമല്ല ഗംഗപ്രസാദിനെ പേടിച്ചിട്ട് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. ഒന്നും കൊണ്ട് പേടിക്കേണ്ട കാർത്തിക ചേച്ചി, നമുക്ക് എല്ലാം ശരിയാക്കാം എന്ന് പറയാണ്. ആ കാർത്തിക വണ്ടി കയറി. കാർത്തികയുടെ വണ്ടി ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ ഡ്രോപ്പ് ചെയ്യാം എന്ന് കിരൺ പറയാണ്. അങ്ങനെ കല്യാണിയും കാർത്തികൊക്കെ വണ്ടിയിലേക്ക് കയറുന്നുണ്ട്. ശേഷം കിരൺ പറയുന്നുണ്ട്, അതെ കല്യാണി, എന്നെ കാർത്തികനെ അപായപ്പെടുത്താൻ വേണ്ടി ആ സരി ആളെ വിട്ടിട്ടുണ്ടായിരുന്നു. ഓഹോ, അപ്പൊ അമ്മ പറഞ്ഞ ശരിയാണല്ലേ, പ്രകാശം പറഞ്ഞു എന്ന് പറഞ്ഞു ഇന്ന് എന്തോ ഒരു സംഭവം നടക്കുമെന്ന്. അപ്പൊ അവർക്ക് എങ്ങനെയത് മനസ്സിലായി? അവരിപ്പോ ഒറ്റ കൂട്ടല്ലേ കിരണേട്ടാ എന്ന് പറയണം. അന്ന് ഹോസ്പിറ്റലിൽ സരിയല്ലേ വിക്രത്തിന്റെ കാശ് കൊടുത്തിട്ട് താരാന്റിനെ ഇല്ലാതാക്കാൻ നോക്കിയത്. അപ്പൊ അവരൊറ്റ കൂട്ടായിട്ട് അവർക്ക് എല്ലാം അറിയാൻ പറ്റുമല്ലോ. എന്താണ് സരിയുമാണ് ഇതിന് പിന്നിൽ എന്ന് കിരൺ പറയാണ്. അവൾക്കൊരു പണി കൊടുക്കുന്നുണ്ട്. അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചത്തൂന്ന്, എന്റെ ശവവും കാത്ത് അവിടെ ഇരിക്കുന്നുണ്ടാവും അവള് എന്നൊക്കെ കിരൺ ഇങ്ങനെ പറയാട്ടോ. അങ്ങനെ ഒരു വീട്ടിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സരിയാണെങ്കിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. പ്രകാശനാണെങ്കിൽ വിക്രത്തോട് പറയണ, എടാ നീ എന്ത് പണിയാണ് കാണിച്ചത്? ആ സരി നമുക്ക് ഒരുപാട് പണം തന്നതാണ്. അവള് വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ലെന്ന് അറിഞ്ഞാലുണ്ടല്ലോ നിന്നെ അവള് കൊന്നു കളയും. അതിൽ വെച്ച് എനിക്ക് മനസ്സിലാവുന്നത് സരിവിനെ ആരും വിളിച്ചു പറഞ്ഞിരിക്കുന്നു ഞാൻ ചത്തു, കിരൺ ചത്തു എന്നുള്ള കാര്യം. അതല്ലാതെ ആരായിരിക്കും? എടാ ഇനി പോകുന്ന വഴിക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ കിരൺ എങ്ങനെ അപകടപ്പെട്ടോ? ഇനി അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ടാച്ചാ എന്തായാലും എന്ന് അറിഞ്ഞേ പറ്റൂ. അവളൊന്ന് വിളിച്ചാലോ സരിവിനെ? വേണ്ട, അവളെ വിളിക്കണ്ട. അവൾ സത്യകലാണെങ്കിൽ നിന്ന് കത്തിക്കും അവള്. എടാ ഈ കാര്യം എന്നോട് പറഞ്ഞാൽ പോലെ, ഞാൻ ആ കിരണിന്റെ വണ്ടിയുടെ ബ്രേക്ക് കളഞ്ഞ് രണ്ടിനെ അങ്ങോട്ട് കൊന്നു കളയില്ലേ? ഓ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛാ എന്ന് പറയാണ്. എന്തായാലും വണ്ടിയെടുത്ത് വെച്ച് കാണാം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം സരുവിനെ കാത്തിരിക്കുന്ന സമയത്ത് അവിടേക്ക് കിരണിന്റെ വണ്ടി വരുവാണ്. സരു ആകെ ഞെട്ടിപ്പോവാട്ടോ. അതിന് കിരണും അതുപോലെ തന്നെ കല്യാണി ഇറങ്ങുവാണ്. അവർ രണ്ടുപേരും സരിയുടെ നോക്കി പുച്ഛത്തോട് കൂടി തന്നെ ചിരിച്ചിട്ട് അകത്തേക്ക് പോവാണ്. സരുവിനെ പ്രാന്ത് പിടിക്കാട്ടോ. സരു അകത്ത് കയറി എല്ലാ സ്ഥലങ്ങളും വലിച്ചു പറിച്ച് കളയുവാണ്. എന്താ മോളെ എന്ത് പറ്റി എന്ന് ഷാരി ചോദിക്കുമ്പോൾ ഒന്നുമില്ല, എനിക്ക് പ്രാന്ത് പിടിക്കുന്നുണ്ട്, ഞാൻ പോകുക. എവിടേക്ക് പോകുന്നത് മോളെ, എവിടേക്ക് പോണത്? ഞാൻ ചിലപ്പോൾ പോകും, ചിലപ്പോൾ വന്നെന്നിരിക്കും, ചിലപ്പോൾ വരില്ലെന്നും ഇരിക്കും എന്നൊക്കെ പണ്ട് സരു നേരെ പോണ വിക്രത്തിന്റെ അടുത്തേക്കാട്ടോ. വിക്രാന്ത് ആകെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. എടാ നീ എന്നെ ചതിച്ചു അല്ലേ? ആ കിരണിനെ കൊന്നു എന്ന് പറഞ്ഞിട്ട് നീ എന്നെ വിളിച്ചു പറഞ്ഞിട്ട് നീ എന്നെ ചതിച്ചു അല്ലേ? അവരവിടെ വന്നിട്ടുണ്ട് ആ കല്യാണിനെ കൂട്ടിക്കൊണ്ട്. സരിയോ നീ ഒന്ന് പിടിവിട്, ഞാൻ നിന്നോട് പറഞ്ഞു കിരണിനെ കൊല്ലുന്നത്. ഇല്ലല്ലോ, നീ എന്നെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വിളിച്ചിട്ടാ പറഞ്ഞത് കിരൺ ചത്തു എന്നുള്ള കാര്യം. ഞാൻ നിന്നെ വിളിച്ചു പറഞ്ഞതില്ല. അതേടാ നീ വിളിച്ചു പറഞ്ഞില്ല, പക്ഷെ നിന്റെ കൂട്ടത്തിലുള്ള ഒരുത്തൻ വിളിച്ചു പറഞ്ഞു. എന്റെ കൂട്ടത്തിൽ ഒരുത്തരും അങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടില്ല എന്ന് വിക്രം പറയണം. എന്നാലും നിന്നെ കൊണ്ടൊക്കെ എന്തിനു കൊള്ളാടാ സരിയോ? നീ എനിക്ക് ഒരു അവസരം കൊടുത്താ? ഇല്ലടാ, നീ വെറും മന്ദബുദ്ധിയാ, നിന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല. 2 പ്രാവശ്യം തന്നെ നിനക്ക് അവസരം തന്നു, 2 പ്രാവശ്യം നീ അത് വെറുതെ കളഞ്ഞു. ഇനി നിനക്ക് അവസരം തരണ്ടടാ, എന്റെ പണം പോകാതെ നിന്നെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് സരി അവിടെ നിന്ന് പോവാട്ടോ. വിക്രത്തിനിടയിൽ ആകെ ദേഷ്യം വന്നിരിക്കുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.